ഇന്ന് നമ്മൾ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഹാക്ക നൂഡിൽസ് വെച്ചിട്ട് ഒരു നല്ലൊരു ഷെസ്വാൻ നൂഡിൽസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഹാക്ക നൂഡിൽസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 പാക്കറ്റാണ് എടുക്കുന്നത്. അത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നൂഡിൽസ് ഇട്ട് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഈ വലുപ്പത്തിൽ വരുന്ന 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്നൊരു 150 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഒരു 300 ഗ്രാം നൂഡിൽസാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് പാകത്തിന് വേവായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിൽ വെള്ളം മാറ്റിയിട്ടൊന്ന് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി വെക്കുക. അതായത് നമ്മളിപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കഴുകിയതും ഈ ഒരു ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കുറച്ച് ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുള്ളത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കന് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസാക്കാത്തതായിരിക്കും നല്ലത്. ആ ഒരു നൂഡിൽസ് പോലെ തന്നെ നല്ല കനം കുറച്ച് മുറിച്ചെടുക്കുക. ചിക്കൻ നൂഡിൽസാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സാധാരണ കുരുമുളകാണെങ്കിലും മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചിക്കന് നല്ല കളർ വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി ഫുഡ് കളർ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് റെഡിയായി കിട്ടും. കാരണം ചെറിയ പീസായിട്ടില്ല മുറിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ളതല്ല ഇഷ്ടം, കുറച്ച് വെന്തിരിക്കുന്ന ആ ഒരു നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുത്താലും മതിയാകും. അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കൻ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്തിട്ട് ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. അതിലേക്ക് കുറച്ചൊരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വന്നോട്ടെ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു നൂഡിൽസ് റെസിപ്പി നമ്മൾ കുറച്ചൊരു സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൽ മാറ്റം വരുത്തുക. പിന്നെ നമ്മൾ സോസുകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ, നല്ലൊരു മണം വരണം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ചുവന്ന മുളക് കൂടെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സവാളയുടെ ഒരു പകുതി, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള നമ്മൾ ഒരുപാട് വഴറ്റി ഉടച്ചെടുക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബാക്കി പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. കാരണം ചെറിയൊരു കടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു കപ്പ് ക്യാബേജ്, ഒരു കഷ്ണം ക്യാബേജ് ഇതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾ നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിക്കുന്നൊന്നുമില്ല, ഇതിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ആ ഒരു വേവ് മതി. ചെറുതായിട്ട് കടിക്കുന്ന ആ ഒരു വേവ് തന്നെ മതിയാകും. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തീ കുറച്ച് വെക്കുകയും ചെയ്യരുത്. നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ക്യാബേജൊക്കെ ഒരുപാട് വെന്ത് നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ ആയിപ്പോയാൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം തന്നെ മതി. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓനിയൻ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം ഒരുപാട് വേണ്ടി വരില്ല, സോസുകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഷെസ്വാൻ സോസാണ് എടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഷെസ്വാൻ സോസ് എങ്ങനെയാണ് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇതായാലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സോയ സോസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് മതി കേട്ടോ, ഒരുപാടായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ 2 നുള്ളു പഞ്ചസാര, മൊത്തത്തിലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ആയാലും മതി. എരിവ് നോക്കിയിട്ട് കേട്ടോ, എല്ലാം കൂടി മിക്സാക്കി നോക്കിയിട്ട് എടുത്താൽ മതി, കൂടി പോകണ്ട. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഇതിലേക്ക് കാര്യമായിട്ട് ചേർക്കുന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാഗിയുടെ പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ശരിക്കും ഷെസ്വാൻ സോസിൽ അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ മാത്രം. അപ്പോൾ അതുകൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതുകൂടെ കൂട്ടിയിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ആക്കി എടുക്കുക. ആ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ ഫസ്റ്റ് നൂഡിൽസ് വേവിച്ച സമയത്ത് അത് മുഴുവനോടെ വേവിച്ചതുകൊണ്ട് തന്നെ ഇത് കുറച്ചിങ്ങനെ നീണ്ടിരിക്കും. അപ്പോൾ മിക്സ് ആക്കാനും ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാനും അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഈ സമയത്തായിട്ട് കത്രിക വെച്ചിട്ട് ഇടയിൽ കൂടെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പം എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു 3-4 കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നോളൂ. ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു 1-2 മുട്ട ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ചെയ്യുന്ന പോലെ മുട്ട ഇത്തിരി ഉപ്പിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സാധാരണ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി, ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ. ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മിക്സാക്കി എടുത്താൽ മാത്രം മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി എന്നിട്ട് ലാസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കൂടുതൽ സ്പ്രിംഗ് ഓണിയൻ ഗ്രീനോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ചൈനീസ് റെസിപ്പിയൊക്കെ ആകുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ ഈ ഒരു ഷെസ്വാൻ നൂഡിൽസ് കഴിക്കുമ്പോൾ നല്ലൊരു ഓറഞ്ച് റെഡ് കളർ ആയിരിക്കും. അത് ഫുഡ് കളറാണ്, ഓറഞ്ച് റെഡ് കളർ. അപ്പോൾ അതിൻ്റെ നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അജിനോമോട്ടോയുടെ ഒക്കെ കുറവുണ്ടാവും. എന്നാലും ഒരു ഏകദേശം നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഒരുപാട് ആളുകളൊക്കെ ചെയ്ത് നോക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. ശരിക്കും ഹക്ക നൂഡിൽസിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്